പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കാം. ഞങ്ങൾ ഉറങ്ങുവാൻ കിടന്നു. മത്തായിയാണ് എൻ്റെ അരികിൽ കിടന്നത്. ഗുരു ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ചില ചീത്ത സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ചീത്ത പ്രവൃത്തികൾ ഏർപ്പെടുന്നതായും സ്വപ്നം കാണാറുണ്ട്. ഇത് തെറ്റാണോ? അവൻ ചോദിച്ചു. മത്തായി, നീ ഏറ്റവും പ്രലോഭിക്കപ്പെടാൻ പോകുന്ന അവസ്ഥയിൽ പിശാച് നിന്നെ ചിന്താക്കുഴപ്പത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യണം. ദൈവത്തോട് കൂടുതൽ അടുത്തായിരിക്കുന്നവൻ ഉറങ്ങുമ്പോൾ മാത്രമേ അവൻ്റെ തന്ത്രങ്ങൾ നടക്കുകയുള്ളൂ. ഉറക്കത്തിൽ നിനക്ക് വേണ്ടാത്തത് ഉണർന്നിരിക്കുമ്പോൾ നീ വേണ്ടെന്ന് വയ്ക്കുന്നതാണെങ്കിൽ അതൊരു പാപമല്ല. എന്നാൽ തിന്മയുടെയോ ഫോഗേച്ചയുടെയോ അല്ലെങ്കിൽ അത്യാർത്ഥിയുടെയോ സ്വപ്നങ്ങൾ നീ സ്വാഗതം ചെയ്യുമ്പോഴാണ് അത് പാപമാകുന്നത്. ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ കർത്താവെ, അവ എല്ലായ്പ്പോഴും ഉള്ളതായി അനുഭവപ്പെടുന്നു. ഞാൻ ഉണരുമ്പോൾ എന്നിൽ അപ്രകാരം സംഭവിക്കാൻ അനുവദിച്ചതിൽ എനിക്ക് വല്ലാത്ത ഇച്ഛാഭംഗം തോന്നും. മത്തായി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. എൻ്റെ സ്നേഹിത, നിനക്ക് ഇപ്രകാരം തോന്നുന്നു എന്നുള്ളത് തന്നെ നീ ഈ വക കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നില്ല, മറിച്ച് നിരസിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ്. അവൻ ഈ വക ചിന്തകൾ നിന്റെ മനസ്സിൽ നിക്ഷേപിക്കുന്നത് നിന്റെ തെറ്റല്ല, എന്നാൽ ദൈവത്തോടുള്ള സ്നേഹമാണ് അത് നിരസിക്കുവാൻ നിന്നെ സഹായിക്കുന്നത്. ഇത്രയേറെ ആകുലപ്പെടരുത്. ഈ വക ചിന്തകളെ നീ നിരസിക്കുന്നിടത്തോളം കാലം നീ പാപം ചെയ്യുന്നില്ല. മത്തായി കൂടുതൽ സന്തോഷവാനായി കാണപ്പെട്ടു. കാരണം ഇതുവരെയും താൻ തെറ്റുകാരനാണോ എന്ന ചിന്ത അവനെ വല്ലാതെ ആകുലപ്പെടുത്തിയിരുന്നു. നമ്മുടെ മുമ്പിൽ നിരത്തപ്പെട്ട തിന്മ നമ്മളെ തെറ്റുകാരനാക്കുന്നില്ല, പ്രത്യുത അത് അംഗീകരിച്ച് സ്വീകരിക്കുമ്പോഴാണ് അത് തിന്മയായി തീരുന്നതെന്ന് അവൻ മനസ്സിലാക്കി. കണ്ണുകൾ പൂട്ടി അവൻ സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ കനത്ത മഴയായിരുന്നു. ഞങ്ങൾ ജനാല വഴി മുറ്റത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ തോമസ് പറഞ്ഞു, ഇന്ന് നമുക്ക് ഒരിടത്തും പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ പിതാവ് നിറഞ്ഞു നിന്നിരുന്നു. സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുവാനും തിരുവെഴുത്ത് വായിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സിനഗോഗ് അത്ര ദൂരെയൊന്നുമല്ല, കുറച്ചു സമയത്തേക്ക് നമുക്ക് അവിടെ പോകാം. പക്ഷേ നിങ്ങൾ നനഞ്ഞു കുതിരും. ഞങ്ങളുടെ ആതിഥേയൻ പറഞ്ഞു. അല്പം മഴ ഒരു കുഴപ്പവും വരുത്തുകയില്ല. ഞാൻ മറുപടി പറഞ്ഞുകൊണ്ട് വാതിലിലൂടെ പുറത്തേക്ക് കടന്നു. മറ്റുള്ളവരും അനുഗമിച്ചു. അപ്പോൾ പെട്ടെന്ന് മഴ നിലച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? പത്രോസ് പറഞ്ഞു. ഒരു നിമിഷം മുമ്പ് വരെ ഭയങ്കര മഴയായിരുന്നു. ഞാൻ തിരിഞ്ഞ് അവനെ നോക്കി പുഞ്ചിരിച്ചു. ഒന്നും പറയാതെ തന്നെ അവനെല്ലാം മനസ്സിലായി. ഞങ്ങൾ സിനഗോഗിൽ പ്രവേശിച്ചു. തിരുവെഴുത്തുകൾ വായിക്കാൻ ആരംഭിച്ചു. യോനാ പ്രവാചകനെയും നിനവേ നിവാസികളെയും സംബന്ധിച്ചുള്ള ഭാഗം വായിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് ആരോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇത് യേശുവാണ്, നസറായക്കാരൻ. ദേവാലയത്തിനുള്ളവർ എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ സംസാരിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തു. എൻ്റെ സഹോദരരെ, ഇന്ന് യോനായെക്കുറിച്ചും അവൻ എപ്രകാരം നിനവയിൽ എത്തിച്ചേർന്നുവെന്നും ആളുകളോട് ഒരു മാറ്റത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു എന്നുമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹൃദയങ്ങളിൽ ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിനവേ നിവാസികൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി അപേക്ഷിക്കുകയും ദൈവസ്നേഹത്തിനായി യാചിക്കുകയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രസ്തുത ഭാഗം മനസ്സിലാക്കുന്നത് ഈ തലമുറയ്ക്ക് ഒരു പാഠമായിരിക്കും. പശ്ചാത്താപം ആവശ്യപ്പെട്ടുകൊണ്ടും പാപമോചനം വാഗ്ദാനം ചെയ്തുകൊണ്ടും ദൈവം തൻ്റെ സ്നേഹം മക്കളുടെ മേൽ ചൊരിയുന്നു. എന്നാൽ വചനത്തിലെ സത്യം ദർശിച്ച് നിനവേക്കാർക്ക് അനുരൂപമല്ലാത്ത ഈ തലമുറ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും ദാനങ്ങളും സ്വീകരിക്കുവാൻ കൂട്ടാക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിന് നേരെ ഹൃദയം കൊട്ടിയടച്ചുകൊണ്ട് ഈ തലമുറ അവരവരുടെ സുസ്ഥിതി, സ്ഥാനമാനങ്ങൾ, സമ്പത്ത് എന്നിവയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഈ തലമുറയെക്കുറിച്ച് നിനവേ നിവാസികൾ ലജ്ജിക്കും. ഞാൻ മൗനമായി അവിടെ ഇരുന്നു. അപ്പോൾ അല്പനേരം ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ഒരു ഫരിസേയൻ എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് സംസാരിക്കുന്നത്? അയാൾ കനത്ത സ്വരത്തിൽ ചോദിച്ചു. ഞങ്ങളെ ഈ കാര്യത്തിന് കുറ്റപ്പെടുത്തുവാൻ നീ ആരാണ്? ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദേവാലയത്തിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നുമുണ്ട്. എന്തധികാരത്തോടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇരിക്കുമ്പോൾ എന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു അയാൾ. ഞാൻ മൗനം തുടർന്നപ്പോൾ മറ്റൊരാൾ പറയുവാൻ ആരംഭിച്ചു. ഞങ്ങളെ കുറ്റപ്പെടുത്തുവാൻ നീ ആരാണ്? വർഷങ്ങളായി ലിഖിതങ്ങൾ പഠിക്കുന്ന ഞങ്ങൾ പോലും ദർശിക്കാത്ത അർത്ഥങ്ങൾ കണ്ടെത്തി അവയെ വ്യാഖ്യാനിക്കുവാൻ മാത്രം നീ ആരാണ്? ആരാണ് നിന്റെ ഗുരു? ഇപ്രകാരം സംസാരിക്കുവാൻ ആരാണാവോ നിന്നെ പഠിപ്പിച്ചത്? ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. എൻ്റെ നിശബ്ദത ശിഷ്യന്മാരെ പരിഭ്രാന്തരും അസ്വസ്ഥരുമാക്കി. പുറത്തു പോകൂ, ദൈവദൂഷണം പറയുന്നവനെ, പുറത്തു കിടക്ക്, മേലാൽ ഇങ്ങോട്ട് വരരുത്, മറ്റൊരാൾ അട്ടഹസിച്ചു. ദേവാലയത്തിലുള്ള ആളുകൾ കൂടുതൽ ബഹളം വയ്ക്കുവാനും അട്ടഹസിക്കുവാനും തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവസ്നേഹത്തിലായിരിക്കുന്നവർക്ക് സ്നേഹം മാത്രമേ ദർശിപ്പിക്കാനാവുകയുള്ളൂ, വെറുക്കാനാവുകയില്ല. ദൈവസ്നേഹത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുന്നവർ ഉള്ളിൽ ബോധ്യമുള്ള കാര്യങ്ങളെ നിരാകരിക്കുകയില്ല. ഈ തലമുറ സ്വയം ശിക്ഷ വിധിക്കുന്നു. അവരത് അറിയുന്നുമില്ല. അവരുടെ എതിർപ്പ് കൂടുതൽ ശക്തമാവുകയും
ഒരു പറ്റം ആളുകൾ എന്നെ വളയുകയും ചെയ്തു. പത്രോസ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഗുരോ, അവർ ആയിരിക്കുന്നതിന് മുമ്പ് നമുക്ക് പോകാം. എൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഞാൻ ശിമയോനോട് യാത്ര പറയുവാനായി അവൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി. ശിമയോനോട് സംസാരിച്ച ശേഷം ഞങ്ങൾ പോകുവാൻ ഒരുങ്ങുമ്പോൾ വീടിന് വെളിയിൽ ബഹളം കേട്ടു തുടങ്ങി. സിനഗോഗിൽ നിന്നുള്ളവരായിരുന്നു അത്. പുരോഹിതന്മാരും സിനഗോഗിൻ്റെ കാവൽക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർ എന്നെയാണ് വിളിക്കുന്നത്. ഞാൻ പുറത്തിറങ്ങിച്ചെന്ന് തങ്ങളെ നേരിടുവാൻ ആഹ്വാനം ചെയ്യുകയാണവർ. ശിമയോൻ പറഞ്ഞു, നിങ്ങൾ വീടിൻ്റെ വശത്തുള്ള വാതിലിലൂടെ പെട്ടെന്ന് പോകുന്നതാണ് ഉത്തമം. അല്ലാത്തപക്ഷം അവർ നിങ്ങളെ കല്ലെറിയും. നന്ദി സ്നേഹിത, നിന്റെ ഉദാരമനസ്കതയ്ക്കും സഹായത്തിനും ഒക്കെ നന്ദി. വശത്തെ വാതിലിലൂടെ പുറത്തു കടക്കുമ്പോൾ ഞാൻ പറഞ്ഞു. കഫർനാമിൻ്റെ അതിർത്തിയിലെത്തിയ ശേഷം ഞങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോഴും ശിമയോൻ്റെ വീട്ടുമുറ്റത്ത് ആൾക്കൂട്ടം കാണാമായിരുന്നു. ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടുത്ത ദിവസത്തേക്ക് കാത്തിരിക്കാം.